കർമ്മത്തിനായിക്കൊണ്ട് നമസ്കരിക്കണു. ആരെയപ്പോ നമസ്കരിക്കണ്ടായേ? ചിരിക്കുക ചെയ്യാം. ആരെയാ നമസ്കരിക്കേണ്ടായതെന്ന് തന്റെ വേഷവും സമ്പ്രദായമൊക്കെ കൂടി കണ്ടപ്പോ എന്തോ നമസ്കാരമൊക്കെ ഉള്ള കൂടുതലേ ഉള്ളൂ എന്ന് തോന്നിട്ടാ? അല്ല, ഈ വേഷം കെട്ട് മാത്രമേ ഉള്ളൂ. അധികവും വേഷം കെട്ടേ ഉള്ളൂ, കാര്യമില്ല. അതുകൊണ്ടാ ചോദിച്ചേ ആരെയാ നമസ്കരിക്കേണ്ടായെന്ന്. ആരെയാ നമസ്കരിക്കേണ്ടായതെന്ന്? തസ്മൈ നമഃ കർമ്മണേ. അങ്ങനെയെല്ലാം ഇരിക്കുന്ന കർമ്മത്തിനായിക്കൊണ്ട് നമസ്കരിക്കണു. കർമ്മോ ആദ്യമായിട്ട് കേൾക്കുക. എങ്ങനെ ഒന്ന് എല്ലാവരും മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലാവേണ്ടത് ആദ്യമായിട്ട് കേൾക്കുക എന്നുള്ളതേ. ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ വിഴുങ്ങസ്യാന്ന് പറഞ്ഞ് ഇരിക്കാണ്. കർമ്മം ഞാൻ കേൾക്കണ്ടായില്ലോ. ആ കർമ്മത്തിനായിട്ടുള്ള ആ കർമ്മത്തിനെ കുറിച്ച് കേൾക്കാനുണ്ടായില്ല. ഓ ഓ ഓ എന്റെ മാറ്റിത്തം ഇത്ര ഉണ്ടല്ലേ. കണ്ടാൽ തന്നെ അറിയാൻ മാറ്റി തരാമെന്ന്. ആ സമ്പ്രദായം എല്ലാം കൂടെ കാണുമ്പോൾ തന്നെ കർമ്മത്തിനെ കുറിച്ച് കേട്ടില്ല എന്ന് പറഞ്ഞു. കർമ്മത്തിനെ കുറിച്ച് കേട്ടില്ല. ഓ ഇത്രയൊക്കെ വൈഭവമാണോ കർമ്മം? വൈഭവം ഉണ്ടോ നിന്ന് കർമ്മത്തിന്റെ പോലെ ഇത്രയും മാഹാത്മ്യം ഉണ്ടായിട്ട് വേറെ ഒന്നും ചെയ്യാന്ന് വേണം പറയാൻ. ഓ ഇങ്ങനെയാണെങ്കിൽ ഇന്നേ വരെ ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ. എന്താ വലിയ വലിയ കേമന്മാരാകുമ്പോ ആ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാലെ കൂട്ടി പറയുക, അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ മതിയുണ്ട്. ഒരുക്കങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ പോലെ കേട്ടോ, സമയത്തിനാവണം. ഇവിടെ അതല്ല, സമയത്തിനാവില്ല. അതുകൊണ്ടാണല്ല അങ്ങനെ വൈകി പോണേ. ഇപ്പൊ ഒരുക്കങ്ങളൊക്കെ കാലെ കൂട്ടി കഴിക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ വേണ്ട സമയത്ത് വേണ്ട പോലെ ആവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വൈകി പോകും. അപ്പൊ സ്വതേ അങ്ങനെ മതിയുണ്ട്. താൻ എന്താ ഇങ്ങനെ പരിഭ്രമിച്ച് നടക്കാതെ എനിക്ക് കർമ്മം വരില്ല. കർമ്മത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത്ര സഹായിക്കുന്നത്. കർമ്മം വരുത്തായിട്ട് ഒരുക്കങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാ. അതെയോ ഒരു കാര്യം കേട്ടോ, എന്നെയും കൂടെ ഒന്ന് കാട്ടിത്തരാം ആ കർമ്മത്തിന്. ഞാൻ ഇന്നേ വരെ കണ്ടില്ല. കാട്ടിത്തരാം. എന്റെ കൂടെ നിന്നോട് അടുപ്പ് വരും. ആ പരിചയമില്ലാത്ത ആൾക്കാർക്ക് കാട്ടിക്കൊടുക്കാൻ അങ്ങനെ ബുദ്ധിമുട്ട്. കർമ്മം ഇല്ല, അങ്ങോട്ട് നോക്കിയാൽ കാണില്ല. കർമ്മം എവിടെ കൂടിയാ വരാന്നറിയില്ല. നിൽക്കൂ കർമ്മം കണ്ടില്ലേ? ആ നിൽക്കുന്നതാണ് പരിചയമില്ലാത്ത ആൾക്കാരെ കാട്ടിക്കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. പക്ഷേ ഇന്നേ വരെ അയാളെന്താ ഇടയ്ക്ക് പിന്നോട്ട് മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാന്ന് അറിയാം. അങ്ങനെ കാട്ടി കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയുണ്ട്. പക്ഷേ കർമ്മം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. കർമ്മം എന്ന് പറഞ്ഞാൽ പിന്നെന്താ? കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ബോധ്യപ്പെടുത്തി തരാം. കുറച്ചുകൂടെ ഉത്സാഹമായി എല്ലാവർക്കും വളരെ ഉത്സാഹം ഉണ്ടൊക്കെ ആ കർമ്മത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യ. അതാണല്ലേ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലേ പറയണക്ക് വേണ്ട വിധത്തിൽ പറയുന്നു. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിയണല്ലോ എന്ന് വിചാരിച്ചിരിക്കണമെങ്കിൽ പറയണാലും വിചാരിക്കും ഇവിടെ ഇത്രയൊക്കെ മതിയെന്ന്. ഇവിടെ അങ്ങനെയല്ല കണ്ടത്. അതുകൊണ്ടാണ് അത്ര ഉത്സാഹം. അതുകൊണ്ടാണെന്ന് പറയാം. ഓ കർമ്മം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലേ? ഞാൻ ബുദ്ധിമുട്ടി തരാം. നമ്മുടെ ഓട്ടക്കടായനെ അറിയോ? ഊസിനെ ഓട്ടക്കടായൻ മൂസനറിയും. മൂസന്റെ കാര്യം ഒന്ന് വിചാരിച്ചാൽ മതി. എന്താണ് ആ ഓട്ടക്കടായൻ? ചെലി താമസിക്കലൊക്കെ കഴിഞ്ഞ വിവാഹപ്രായപ്പോ സാമാന്യം പോലെ കഞ്ഞിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് കുറച്ചു കാലം അങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞിട്ടും അകായിന്ന് പ്രസവിക്കുകയുണ്ടായില്ല. സന്തതി ഉണ്ടായില്ല. ആദ്യമൊന്നും
അയാൾക്ക് വലിയ വിഷമം തോന്നിയില്ല. എന്താ ഈ വിവാഹം കഴിഞ്ഞ തന്നെ കുട്ടികളായാൽ പിന്നെ അത് തോന്നി. അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ കുറച്ച് കാലത്തെങ്കിലും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ല പറഞ്ഞു. അല്ല അപ്പൊ തന്നെ ഉണ്ടായത്. വിവാഹം കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് വേണ്ടെന്ന് തോന്നിയാലും കുറച്ച് കാലം കഴിഞ്ഞിട്ടും ആ സന്തതി ഉണ്ടാവാതെ ഉറപ്പായിട്ട് സംശയം. ഇന്നത് ഞാൻ വർഗത്തിൽപ്പെടുത്തങ്ങാനോട് നീ പ്രസവിക്കാത്ത കൂട്ടത്തിൽപ്പെടുന്നുണ്ട്, നീ അതിൽപ്പെടുത്താണോ എന്നായിട്ട് സംശയം. അങ്ങനെ വന്നപ്പോ അയാള് പരിചയമുള്ള ആൾക്കാരെ കണ്ടുകഴിഞ്ഞ് നന്നായി തന്നെ കണ്ടത് തന്നോട് കാര്യം ചോദിക്കുന്നത് ഈ കാര്യമൊക്കെ തനിക്കാതെ വിഷയമായിരിക്കാം. അതല്ല, ഞാൻ വിവാഹം കഴിച്ചിട്ട് കുറച്ച് കാലമായി, പക്ഷേ എനിക്ക് ഒരു സന്തതി ഉണ്ടാവുകയുണ്ടായിട്ടില്ല. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് തന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ, താൻ വിവാഹം കഴിച്ചിട്ട് തനിക്ക് സന്തതിയില്ലാതെ എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? തന്റെ ഉത്സാഹം സഹിക്കുന്നു, പക്ഷേ സന്തതി ഉണ്ടായില്ല. അങ്ങനെ വരാം. ഈ ദോഷങ്ങള്, കർമ്മദോഷങ്ങള്, അതുപോലെ തന്നെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സന്തതി ഉണ്ടാവില്ല. അങ്ങനെ പൊതുവെ സംഭവിക്കാം. ഇപ്പൊ താൻ ഒരു കാര്യം ചെയ്യാം. ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് കർമ്മങ്ങൾ, ദൈവാധീനം ഉണ്ടാവാനുള്ള കർമ്മങ്ങൾ, ഗണപതി ഹോമം, ഭഗവത് സേവ, നാമഞ്ജപം, തന്റെ ഇഷ്ടം പോലെ ആവാം. അത് വേണ്ട പോലെ ഒന്ന് അനുഷ്ഠിക്കുക. അങ്ങനെ ആയാൽ സന്തതി ഉണ്ടാവും. ഉത്സാഹമായിട്ട് വളരെ കേമായിട്ട് ദൈവത്തിന് വേണ്ട കാര്യങ്ങൾ, ഗണപതി ഹോമം, ഭഗവത് സേവ, മറ്റുള്ള കാര്യങ്ങൾ, പൂജാതി കർമ്മങ്ങളൊക്കെ വളരെ ഉത്സാഹമായിട്ട് അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോ അതായത് ഗർഭമുണ്ടായി. അതൊക്കെ സമാധാനായി. ഇതെന്താണ് ഭയപ്പെട്ടതാണല്ലോ എന്ന് തോന്നി. അങ്ങനെ ഉണ്ടായി. ആ ഗർഭകാലത്ത് ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളുണ്ട്. ശ്രീമന്തം, പുംസവനം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങളൊക്കെ വേണ്ട വിധത്തില് അനുഷ്ഠിച്ച് ആ ഗർഭം പൂർണ്ണമായി പ്രസവിച്ചപ്പോ അത് ഒരു സാവിത്രം. സാവിത്രം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ്. ഈ പെണ്ണുണ്ടാവുക വെച്ചാൽ അർത്ഥത്ര സുഖമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് ഉണ്ടാവുന്നത് പെണ്ണാണോ ആണോ എന്ന് മുൻകൂട്ടി തന്നെ അറിയിക്കുന്നത്. അങ്ങനെ പെണ്ണാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പറഞ്ഞതിന് മുമ്പ് തന്നെ പ്രസവിച്ച പോലുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാവാൻ പോകുന്നത് പെണ്ണാണോ ആണാണോ എന്ന് പറയാൻ പാടില്ല എന്ന് തന്നെ പറയാനുള്ള കാരണം തന്നെ. അപ്പോ അയാൾക്ക് ഉണ്ടായത് ഒരു പെണ്ണാണ്, സാവിത്രമാണായത്. അയാൾക്ക് കുറച്ച് വിഷം തോന്നിക്കോ. എന്നാലും ഒരു സാവിത്രമാണല്ലോ ഉണ്ടായത്. പിന്നെ അയാൾക്ക് സമാധാനായി. ഏതായാലും ഇപ്പൊ ഉണ്ടായത് പെണ്ണാന്നല്ലേ ഉള്ളൂ, ഇനിയിപ്പോ ഉണ്ണി ഉണ്ടാവാൻ വയ്യായില്ലോ വിചാരിച്ച് പിന്നെ അത്രയും കൂടെ താമസം ഉണ്ടായില്ല. ആദ്യം ഗർഭമുണ്ടായി. ആ ഗർഭമുണ്ടായ ഗർഭകാലത്ത് കഴിയേണ്ട കാര്യങ്ങളൊക്കെ വളരെ നിഷ്കർഷിച്ച് ആ കാര്യമൊക്കെ ചെയ്ത് ആ ഗർഭം പൂർണ്ണമായി പ്രസവിച്ചപ്പോ അത് ഒരു ഇട്ടി എന്ന് പറഞ്ഞാൽ പെണ്ണ് തന്നെ. അപ്പൊ രണ്ടായി. പിന്നെ അത്രയും കൂടെ താമസം ഉണ്ടായില്ല. ആദ്യത്തെ ഒരു താമസം ഉണ്ടായിട്ടു ഗർഭം ഉണ്ടാവാനേ. പിന്നെ ഇത് തരിതരയായി തുടങ്ങി. എന്താ ഗർഭം ഉണ്ടാവുക, പ്രസവിക്കുക, ഗർഭം ഉണ്ടാവുക, പ്രസവിക്കുക. കുറച്ച് കഴിയുമ്പോ അയാൾക്ക് ഒരു സംശയം. എന്താ ഇത് പ്രസവം ഉണ്ടായിട്ട് ഗർഭം ഉണ്ടായിട്ട് പ്രസവിക്കുകയാണോ അല്ല പ്രസവിച്ചിട്ട് ഗർഭം ഉണ്ടാവുകയാണോ എന്ന് അങ്ങനെയായി തുടങ്ങിയിട്ടില്ലേ? എന്താണ് തരിതരയായി. എപ്പോ ചോദിച്ചാൽ ഇപ്പൊ എങ്ങനെയാണോ ഗർഭം ഉണ്ടായിരിക്കുക, ഇവിടെ ഇപ്പൊ പ്രസവിച്ച് കിടക്കുക, ഇപ്പോഴാണോ അപ്പൊ അതേ ഗർഭം ഉണ്ടായിരിക്കുക. ഉണ്ടാവുന്നതൊക്കെ പെണ്ണുങ്ങളാണേലും. അങ്ങനെ വന്നപ്പോ അയാൾക്ക് വലിയ വിഷമായി. അങ്ങനെ വന്നപ്പോ അയാൾക്ക് ഗർഭകാലത്തെങ്കിലും ചെയ്യേണ്ട കർമ്മങ്ങൾക്കൊക്കെ നിഷ്കർഷം ചെയ്യണ്ടേ. അത് ഉണ്ടാവുമൊക്കെ പെണ്ണ. മാത്രമല്ല അയാൾ വളരെ കഷ്ടപ്പെട്ടെ ഇതിനൊക്കെ പേരിടുന്നേ. സ്വതേ ആ സാമാന്യം പോലെ പേരിട ഇഷ്ടപ്പെടുന്ന പോലെ പേരിടാൻ പറ്റിയ അതിനൊക്കെ ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ഇട്ടി താത്രി, ഇട്ടി സാവിത്രി, ഇട്ടി അങ്ങേയ്യ, അങ്ങനെയൊക്കെ. അത് പേരിട്ട് കഴിഞ്ഞാൽ ഒരു വട്ടമൊക്കെ കഴിഞ്ഞാൽ പേരില്ലേ. അങ്ങനെ വന്നപ്പോ അയാൾ എന്ത് ചെയ്തു, ആ പേരിടുന്ന സമയത്ത് ചെവിയില് ആ സ്വതയുള്ള പേര് പറയും. എന്താ ഇട്ടി അങ്ങേലി എന്താ ഇത് കഴിഞ്ഞാൽ എന്താ മുമ്പിൽ കാണാനായിട്ട് വരട്ടെ. നിന്റെ പേരെന്താണെന്നറിയോ? അമ്പിപ്പുഴ. നിന്റെ പേര് എന്താണെന്നറിയോ? ആട്ടുകല്ല്. നിന്റെ പേരെന്താണെന്നറിയോ? ഒലയ്ക്ക. ഇങ്ങനെയാണ് എന്താ മുമ്പിൽ കാണാച്ചാൽ അതിന്റെ പേര് എന്താ വെച്ചാൽ ഒലയ്ക്കോട് വിളിച്ചാൽ ഒലയ്ക്ക ഓടി. അങ്ങനെ അടുത്ത് എന്താ പറഞ്ഞ അങ്ങനെ വന്ന് അതായത് അവസാനത്തെ പ്രസവിക്കില്ല. ഈ പറയും പെണ്ണാണ്ടാവണ വിചാരിക്കാത്ത ഉത്സാഹത്തിന് കുറവൊന്നുമില്ല. പിന്നെ ഉണ്ടാവുന്നതൊക്കെ പെണ്ണാണെങ്കിൽ അതിലും ഉണ്ടാവുന്നുള്ളത് ഫാനയിലെ ഉത്സാഹിക്കുന്നത്. അവസാനത്തെ പ്രസവം ഇനി പ്രസവിക്കില്ല. അങ്ങനെ വന്ന് അവസാനം
പ്രസവിച്ചപ്പോ അവ ഒരു ഉണ്ണി കുട്ടി അപ്പൊ സന്തോഷം അവളേക്ക് തോന്നുന്നുണ്ടായില്ലോ. അപ്പൊ പക്ഷെ എനിക്ക് സങ്കടം തോന്നി എന്താ ഈ പെണ്ണ് തുടർച്ചയായിട്ട് ഉണ്ടായിരുന്നപ്പോ ഈ ഗർഭകാലത്ത് വേണ്ട കാര്യങ്ങളൊന്നും അയാൾ ചെയ്യാറില്ല. ഇത് ഒത്തിരി ഉണ്ടായി ഇതിങ്ങനെ ഒരെണ്ണം ഉണ്ടാവണേന്ന് പറഞ്ഞെങ്കിൽ പോലെ ചെയ്തേനേട്ടോ. അപ്പൊ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നിഷ്കർഷയോടുകൂടി അന്നാരംഭം മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ നിഷ്കർഷ. അങ്ങനെ ആ ഉണ്ണിക്ക് ഓടിക്കളിച്ച് നടക്കാവുന്ന പ്രായം ഇപ്പോ അനവധി ഉണ്ട്. ചേച്ചി സാവിത്രങ്ങളെ സഹോദരിമാര് അവരാണ് ഇന്ത്യ വലിയ കാര്യമാണല്ലോ എല്ലാവർക്കും. അവരെല്ലാവരും കൂടി ആ ഉണ്ണി അങ്ങോട്ട് കളിക്കാൻ ഇങ്ങനെ പോകും. അങ്ങനെ കളിക്കാൻ പോകുമ്പോ ആ ഇല്ലത്തിന്റെ സമീപത്തായിട്ട് വേറൊരു പറമ്പുണ്ട്. അവിടെയാണ് അവരുടെ കളിസ്ഥലം. അവിടെ പോയി കളിക്കാനായിട്ട് അവിടെ ഒരു കൊട്ട കണ്ടിട്ടുണ്ട്. കല്ലൊക്കെ ഇടിഞ്ഞ് കാടൊക്കെ പിടിച്ച് കിടക്കണ ഞങ്ങൾ അവിടെ കാണാൻ തോന്നില്ല. അപ്പൊ ഈ കുട്ടികളെ ഇങ്ങനെ കളിക്കാനിടയ്ക്ക് ഒരു കല്ല് വെച്ച് ഒരു ഏറ് കൊടുത്തു. കല്ലെറിഞ്ഞ് ഒഴിക്കായിരുന്നു. അപ്പൊ ഈ കല്ല് ചെന്ന് ആ കിണറ്റിലെ വെള്ളത്തിൽ വീഴും. ആ ശബ്ദം കേട്ടപ്പോ എടീ ഞാൻ ഇവിടെ ഒരു ശബ്ദം കേൾക്കണ്ടേ നോക്കാന്ന് എല്ലാവരും കൂടെ ചെന്ന് നോക്കി. നോക്കുമ്പോ ആ കിണറ്റിലെ വെള്ളത്തിലെ ആ തലമുടി കുറേശ്ശായിരിക്കണം പ്രതിബിംബിച്ച. എടീ നോക്കാൻ എന്താ തലമുടി കാണുന്നത്. അപ്പൊ വേറെ എടീ എന്താ വെറ്റി കാണുന്നത്, എന്റെ കണ്ണ് കാണുന്നത്, മൂക്ക് കാണുന്നത് കാണാൻ വേണ്ടി എത്തി നോക്കാൻ. അപ്പൊ ഇവരിങ്ങനെ വന്ന് നോക്കാനായിട്ട് ഉണ്ണിയുടെ കാര്യം വന്നു. ഈ ഉണ്ണി ഇതിന്റെ ഇടയിൽ കൂടെ കയറി വന്ന എവിടെയാണെന്ന് നോക്കാൻ വേണ്ടി എത്തിച്ച് നോക്കിയപ്പോ ഒരാളകടെ കല്ലുമേ ചട്ടി അത് ചതപടേ പറഞ്ഞ ആ കിണറ്റിലേക്ക് വീണ ഉണ്ണി തട്ടി വീണതോട് കൂടി ഇവർക്ക് പേടി. ഒരാളെ എന്താ 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 ഉണ്ടായേ, എന്താ നിങ്ങളിങ്ങനെ പേടിച്ച് നടക്കുന്നത്? ഉണ്ണി 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 കിണറ്റി വീണു. കിണറ്റി വീഴ കര കുടിച്ചു കൂട്ടി ആ കിണറ്റിന്ന് എടുത്തപ്പോഴേക്കും ഉണ്ണി കിട്ടി. ഉണ്ണിയുടെ കഥ കഴിഞ്ഞു. എടോ അനവധി പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവസാനം ഉണ്ടായ ഉണ്ണിയല്ലേ? അതെ, ആ ഉണ്ണിയുടെ അല്ലേ കഥ കഴിഞ്ഞു തോന്നി. അതെ, ഓ ഇയാളുടെ ഒരു കർമ്മേ എന്താ പറയണ്ടായി, എന്താ പറയണ്ടായെന്ന്. അനവധി പെൺകുട്ടികൾ ഉണ്ടായിട്ട് അവസാനം ഉണ്ടായ ആ ഉണ്ണിയല്ലേ കിണറ്റി വീണ് മരിക്കേണ്ടായേ? അതെ, അത് അയാളുടെ ഒരു കർമ്മം. താനല്ലേ ഇപ്പൊ കുറച്ചു മുമ്പേ കർമ്മം എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. ആ കർമ്മ ഈ കർമ്മം അതാണ് കർമ്മ കർമ്മം എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആ കർമാധീനന്മാരല്ലാതെ കണ്ട കർമ്മ എന്ന ലോകത്തില് ഒരാളും ഇല്ലാന്ന് വേണം പറയാൻ. സകല ആൾക്കാർ കർമാധീനന്മാരാ. ഇപ്പൊ എന്താ അവിടെ വന്നിങ്ങനെ വേഷം പറ്റാൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണമെന്നറിയോ? ആ കർമ്മത്തിന്റെ ശക്തിയാ. ഇവിടെ ഇരിക്കുന്ന ആളല്ല അവിടെ, എവിടെ എന്താ ദൂരത്തിരിക്കുന്ന ആളെന്നറിയോ? ഇവിടെ വന്നിരിക്കലെന്താ കർമ്മത്തിന്റെ ശക്തി